ഹലോ, ഇന്ന് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതുവരെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറയുന്നവർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പും 1/2 ടീസ്പൂണോളം സോഡാപ്പൊടിയും 1 ടീസ്പൂണോളം പഞ്ചസാര കൂടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പൂണോ വിസ്കോ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. വീഡിയോയിൽ മിസ്സായി പോയതാണ്. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ പൊടികൾ അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നോക്കിയിട്ട് പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. എനിക്ക് ഈ കപ്പിന് ബാക്കിയായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളത്തോളം ബാക്കിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പരുവവും അതാണ്. അത് നിങ്ങളൊന്ന് പ്രത്യേകം നോക്കിയിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ചപ്പാത്തി മാവിനേക്കാളും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടുതൽ എന്ന നിലയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാവ്. അതൊന്ന് പ്രത്യേകം നോക്കിയാൽ മതി. ഇതാണ് ഇതിൻ്റെ പരുവം. അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ചപ്പാത്തി മാവിൻ്റെ അത്ര ടൈറ്റായിട്ട് പാടില്ല പൊറോട്ടയ്ക്ക് മാവ്. അതിലും വെച്ചിട്ട് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെള്ളം അധികം വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇതാ കണ്ടില്ലേ, ഈ കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ മാവ് കുഴയ്ക്കാൻ വേണ്ടി നിന്നത്. അതിലിനി 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ പരുവം. ഇതാണ്. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരത്തോളം നന്നായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നവർ കുഴയ്ക്കുന്നതിൽ ഒരു മടിയും കരുതരുത്. നമ്മൾ എത്രത്തോളം ശക്തി എടുത്തിട്ട് പൊറോട്ടയുടെ മാവ് കുഴയ്ക്കുന്നുണ്ടോ അത്രത്തോളം പൊറോട്ട സോഫ്റ്റായിട്ട് നല്ല രീതിയിലായി കിട്ടുകയും ചെയ്യും. എന്നിട്ട് അത് മാവിൻ്റെ പുറത്തേക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പരുവവും. എന്നിട്ട് നേരത്തെ മാവ് കുഴച്ച ബൗളിലേക്ക് ഇട്ടിട്ട് 1 ടീസ്പൂണ് ഓയിൽ അതിൻ്റെ മുകളിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഒരു നനഞ്ഞ കോട്ടൻ്റെ തുണി കൊണ്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് 15 മിനിറ്റ് നേരം കഴിയുമ്പോൾ അതുപോലെ ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഇത് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. പിന്നെ നന്നായിട്ട് ബലം പ്രയോഗിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ 4 ഉരുളകളാക്കിയിട്ട് കത്തി കൊണ്ടൊന്ന് മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിലുള്ള പിടിക്കുന്നത് ഇതുപോലെ സൈഡിൽ നിന്നും എടുത്തിട്ട് താഴത്തേക്ക് അകത്തേക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കയറ്റി കൊടുത്താൽ മതിയാവും. വീഡിയോയിൽ കാണുന്ന പോലെ മാവ് നമ്മുടെ വലത് കൈയിൻ്റെ ഉള്ളം കൈയിലാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇടത് കൈ വെച്ചിട്ട് തള്ളവിരൽ വെച്ചിട്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കയറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള നല്ലൊരു ഉരുളയായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. അതിൻ്റെ മുകളിലേക്ക് വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ 4 ഉരുളകളും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ ആദ്യം മാവ് കുഴയ്ക്കുമ്പോൾ നല്ല അമർത്തി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വളരെ സുഖമായിട്ട് വരും. മാവ് ഈ സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു ബലമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുഴച്ചത് പോരാ എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല നേരം ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് അത് കുഴയ്ക്കുന്നത് നന്നായിട്ട് അമർത്തി വലിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ 4 ഉരുളകളും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് വീശാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ട് ആദ്യം ഒരല്പം എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ഉരുള എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായി വെച്ച് കൊടുത്തിട്ട് ഉള്ളം കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കാം. അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂണ് ഓയിൽ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും മാവിൻ്റെ മുകളിലാക്കിയിട്ട് പിടിക്കാം. ബാക്കിയുള്ള വിരലുകൾ അടിയിലാക്കിയിട്ടും
ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പരത്തി ഒന്ന് വീശി അടിച്ചെടുക്കുന്നതിന് അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് നീക്കി കൊടുക്കാൻ കൈ, എന്നാലേ എല്ലാ വശവും ഒരുപോലെ പരന്ന് വരികയുള്ളൂ. അങ്ങനെയൊന്ന് ആക്കി കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അതുപോലെ ഒരു ടീസ്പൂണോളം മൈദ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് വിതറി കൊടുക്കുകയും കൂടി ചെയ്യാം. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ 2 പൊറോട്ടയ്ക്കുള്ള മാവാണ് നമ്മൾ ഒരുമിച്ച് വീശി എടുത്തിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ എളുപ്പം ആവുകയും ചെയ്യും, ഒരുപാട് സമയം പിടിക്കുകയും ഇല്ല, നമുക്ക് വേഗം ആക്കിയെടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് നോക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ ഇത് 2 ആക്കിയിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലായിട്ട് നിറയെ ഒന്ന് വരകൾ ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ പൊറോട്ടയ്ക്ക് നിറയെ ഇതളുകളായിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഇതിട്ട് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വലിച്ച് മുറുക്കി ചുറ്റിയെടുക്കാം, ഇല്ലെങ്കിൽ അഴിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് വലിച്ച് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ അവസാനം വരുന്നത് അടിയിലോട്ടാക്കിയിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളിക്കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെ ഇനി മറ്റേതും കൂടി ഒന്ന് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ കത്തി കൊണ്ട് ഉള്ളിലേക്ക് നിറയെ വരകൾ ഇട്ട് കൊടുക്കാം. അടിയിലേക്കും മുകളിലേക്കും മുറിഞ്ഞു പോവരുത്, ഉള്ളിലായിക്കൊണ്ട് തന്നെ വരകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചുറ്റുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ പുറത്തായിട്ട് വലിച്ച് മുറുക്കി ചുറ്റിയെടുക്കാം. എന്നിട്ട് അവസാനം വരുമ്പോൾ അതിൻ്റെ അടിയിലോട്ടാക്കിയിട്ടൊന്ന് ഉള്ളിലോട്ടൊന്ന് തള്ളിക്കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഉരുളകളൊക്കെ അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു ഉരുള കൂടിയും അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഓയിലൊന്ന് പരത്തി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉള്ളം കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തു. എന്നിട്ട് വിരലുകൾ ശ്രദ്ധിച്ചോളൂ. മുകളിലായിട്ട് തള്ള വിരലും ചൂണ്ടുവിരലാണ് മുകളിലായിട്ട് വരേണ്ടത്. ബാക്കി 3 വിരലുകൾ താഴത്തേക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ എടുത്തിട്ട് അങ്ങോട്ട് വീശി അങ്ങോട്ട് ഇട്ടാൽ മതി. അങ്ങനെ മാവിൻ്റെ 4 പുറവും നീക്കി ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നേരെ വീശി നേരെ നെയ്സായിട്ട് അങ്ങോട്ട് വന്ന് വീഴും. എന്നിട്ട് ഇത് നേരെ ഒന്ന് അവിടേക്ക് പരത്തി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഓയിലും അതുപോലെ മൈദ കൂടിയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒന്നിങ്ങോട്ട് മടക്കി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് മടക്കിയെടുക്കാം. നല്ലതുപോലെ വലിച്ചു ചുറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അവസാന ഭാഗം താഴത്തേക്കാക്കിയിട്ട് ഉള്ളിലേക്കൊന്ന് നല്ലപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് നിർത്തിയാൽ മതിയാവും. അങ്ങനെ മുഴുവനും ഞാൻ ഇവിടെ ചെയ്തെടുത്തു. എനിക്കിവിടെ 7 പൊറോട്ടയ്ക്കുള്ള മാവാണ് കിട്ടിയത്. എന്നിട്ട് നേരത്തെ നമ്മളെടുത്ത ആ കോട്ടത്തെ തുണി വെച്ചിട്ട് തന്നെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതെടുത്തിട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് പരത്തി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മുടെ ഉള്ളം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വലിച്ചൊന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ കല്ല് ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. അതിലേക്ക് ഒരു അല്പം ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഇതിട്ട് കൊടുത്തു. ഇനി 2 സൈഡും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഇതുവരെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്ന് പറയുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊന്ന് ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും ശരിയാവും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. 2 സൈഡ് നന്നായിട്ടും തിരിച്ചും മറിച്ചും എടുത്ത് കുക്കായതിനു ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. 2 സൈഡും പൊറോട്ട തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അതിൻ്റെ ഇതളുകൾ വിരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പൊറോട്ടകളും നമുക്ക് അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയൊക്കെ ഇവിടെ റെഡിയായി. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കൂ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.